നമസ്കാരം. വർത്തമാനത്തിലേക്ക് സ്വാഗതം. സത്യപ്രതിജ്ഞയുടെ സമയങ്ങൾ അടുത്തു വരുന്നു. ഏതാനും മണിക്കൂറുകൾ കൂടി കഴിഞ്ഞാൽ രാവിലെ 10 മണി, നാളെ രാവിലെ 10 മണിക്ക് സത്യപ്രതിജ്ഞ നടക്കുന്നു. വലിയൊരു ആഘോഷമായിട്ടാണ് കോൺഗ്രസ് അതിനെ കാണുന്നത്. കാരണം 1,00,000 പേര് സെൻട്രൽ സ്റ്റേഡിയത്തിൽ 1,00,000 പേര് ഇരിക്കുമോ? സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഇരിക്കത്തില്ല. അതിന്റെ ചുറ്റുവട്ടത്തൊക്കെ ആയിട്ട് ആളെല്ലാവരും ഇതിനകത്തിരിക്കണമെന്നില്ലല്ലോ. പിന്നെ ഈ ബഹളത്തിൽ പങ്കാളിയാകുക എന്നുള്ളതാണ്. 1,00,000 പേര് 1,00,000 പേരെ പ്രതീക്ഷിക്കുന്നുണ്ടെന്നാ പറയുന്നത്. 1,00,000 പേര് പങ്കെടുക്കുക എന്നൊക്കെ പറഞ്ഞ വലിയൊരു ഇതുവരെ കേരളം കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള 3 മുഖ്യമന്ത്രിമാര്. തമിഴ്നാട്, കർണാടക, തെലങ്കാന. സിദ്ധരാമയ്യയും പിന്നെ അതുപോലെ തന്നെ തെലങ്കാനയിലെ മുഖ്യമന്ത്രി പുള്ളിയൊക്കെ കൂടെ പ്രചരണത്തിന് പോലും വന്നില്ല. പിന്നെ തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് സ്റ്റാർ വാലി ഉള്ളതുകൊണ്ട് ആരാധകരുടെ ഒരു ഒഴുക്കുണ്ടാവും. അങ്ങനെ ഒരു പിന്നെ ഈ 1,00,000 പേര് പങ്കെടുക്കുമെന്നൊക്കെ പറഞ്ഞാൽ അത്രയും പാസ്സൊന്നും അടിച്ചിട്ടില്ല. പാസ്സല്ലേ ഞാൻ പറഞ്ഞു. 1,00,000 പേരെന്ന് പറഞ്ഞാൽ എല്ലാവരും സ്റ്റേഡിയത്തിനകത്ത് കയറണമെന്നില്ല. പുറത്തുള്ളവരുടെ കാര്യം പറഞ്ഞു. അത് പിന്നെ കാലാവസ്ഥ പ്രതികൂലമാണെങ്കിലോ മഴയാണെങ്കിൽ മഴ നനയും. കാരണം ആഘോഷത്തിന് മഴയും വെയിലും ഇല്ലല്ലോ. അങ്ങനെയുണ്ടല്ലോ. പക്ഷെ കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു സത്യപ്രതിജ്ഞ ചടങ്ങായിരിക്കും ഇത്. കാരണം ഇതിനു മുമ്പൊന്നും ഇങ്ങനെ ഒരു ആഘോഷം ഉണ്ടായിട്ടില്ല. കാരണം ഇതുപോലെ ഇത്രയും മുഖ്യമന്ത്രിമാർ പങ്കെടുത്തിട്ടില്ല. ഇതുപോലെ ഒരു താരം സിനിമാ മുഖ്യമന്ത്രി കം ഫിലിം സ്റ്റാർ, CM കം ഫിലിം സ്റ്റാർ. അപ്പോൾ അത്രയും വലിയ താരമൂല്യമുള്ള ഒരാള് ഇതുവരെ വന്നിട്ടില്ല. അതിലെല്ലാം ഉപരി 102 പേരുടെ ഭൂരിപക്ഷത്തില് ഈ അടുത്ത കാലത്തൊന്നും UDF സർക്കാർ വന്നിട്ടില്ല. കഴിഞ്ഞ 102 പേരെ ആരും ബ്രേക്ക് ചെയ്തിട്ടില്ലല്ലോ. പണ്ട് പിന്നെ ഒരു പ്രാവശ്യം കണ്ട് ഒറ്റ പ്രാവശ്യമുള്ളൂ. 117. അത് ഒറ്റ പ്രാവശ്യം. അത് കഴിഞ്ഞാൽ പിന്നെ ഇതേ ഉള്ളൂ. 100-നകത്തേ ഉള്ളത്. കഴിഞ്ഞ ആന്റണി സർക്കാർ 2001 ആന്റണി സർക്കാരിലും 100 ഉള്ളായിരുന്നു. 99 പ്ലസ് നമ്മളെ MA വാഗീത് തിരിച്ചു വന്നു, പാർട്ടിയിലേക്ക് തിരിച്ചു വന്നു. അപ്പൊ ഈ പിന്നെ ഇതൊക്കെ പറയുന്നെങ്കിലും ഇപ്പോഴും ആ മുഖ്യമന്ത്രിയുടെ നേരത്തെ സത്യപ്രതിജ്ഞകളെല്ലാം നടന്നുകൊണ്ടിരുന്നത് രാജ്ഭവനിലാണ്, ലോക്ഭവൻ. രാജ്ഭവനിൽ സത്യപ്രതിജ്ഞ എന്ന് പറയുമ്പോൾ അതിന്റെ പുറത്തൊരു പന്തലിടും, കുറെ ആൾക്കാർ വരും. പക്ഷെ 96 LDF സർക്കാർ ജയിച്ച EK നായനാർ മുഖ്യമന്ത്രിയായ സമയത്ത് ഭയങ്കര ഒരു ജനഒഴുക്കുണ്ടായി. അതെനിക്കറിയത്തില്ല. അവർ ഓർഗനൈസ്ഡായിട്ട് പല കേരളത്തിന്റെ പല ഭാഗത്തുനിന്ന് ആൾക്കാർ വന്നിട്ട് അവരങ്ങ് രാജ്ഭവനിൽ കയറി അങ്ങ് മെതിച്ചു. അവിടെ സകല ചെടിച്ചട്ടി എല്ലാം തകർത്ത് മാവിലൊക്കെ കയറി മാങ്ങയെല്ലാം ഇട്ട് ആകെ അവിടെ അലങ്കോലമാക്കി കളഞ്ഞു. ഒരു യുദ്ധം കഴിഞ്ഞ് ഞാനന്ന് ആ സത്യപ്രതിജ്ഞയ്ക്ക് പോയിരുന്നതിന്റെ ഓർമ്മ വെച്ച് പറയുകയാണ്, തിരിച്ചിറങ്ങുമ്പോൾ ഒരു യുദ്ധം കഴിഞ്ഞ യുദ്ധക്കളത്തിന്റെ പ്രതീതിയായിരുന്നു അവിടെ. കാരണം അകത്തോട്ട് കയറാൻ കഴിയാത്തവർക്ക് അവരുടെ ദേഷ്യം തീർത്ത് പുറത്ത് കണ്ടതിലൊക്കെ തകർത്തിട്ടാണ് പോയത്. അതോടെ എനിക്ക് തോന്നിയ രാജ്ഭവനിലെ ഇനി സത്യപ്രതിജ്ഞ വേണ്ട, ഇതുപോലുള്ള പ്രധാന സത്യപ്രതിജ്ഞകൾ വേണ്ട എന്നുള്ള ഒരു തീരുമാനം എടുത്തതിന് ഭാഗമായിട്ടാണ് തോന്നുന്നു ഇപ്പൊ പുറത്ത് ഇങ്ങനെ സ്റ്റേഡിയത്തിലാക്കിയത്. അത് നന്നായി. എന്തായാലും ഉൾക്കൊള്ളാൻ വയ്യ. രാജ്ഭവൻ ഇപ്പോഴും നടക്കുന്നുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു മന്ത്രി അല്ലെങ്കിൽ ഘടകകക്ഷി മന്ത്രിമാര് രണ്ടാമത് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് അങ്ങനെയൊക്കെ ഒരു ചെയ്യാറുണ്ട്. പക്ഷെ മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞ വലിയ ആഘോഷമാക്കുമ്പോൾ അതൊരിക്കലും അവിടെ ചെയ്യാൻ പറ്റത്തില്ല. ഇനി ഇതൊക്കെ എല്ലാം ഇത്ര വലിയ ആഘോഷവും ഇത്ര വലിയ ഇതൊക്കെയാണെന്ന് പറഞ്ഞാലും ശരി തന്നെ, ആ മുഖ്യമന്ത്രി തീരുമാനിച്ചതിന് ശേഷം ഇപ്പം മന്ത്രിമാരെ തീരുമാനിക്കുന്നതിനകത്ത് തർക്കം നടത്തുക. ഇതുവരെ ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് തീരുമെന്ന് പറഞ്ഞ് 2 മണിക്ക് മുമ്പ് തീരുമെന്ന് പറഞ്ഞു തീർന്നിട്ടില്ല. UDF അല്ലേ, അത് സ്വാഭാവികമാണ്. എന്നാലും ഇതൊരു പാഠം പഠിക്കണ്ടേ? ഇതെന്താ ഇത്? ഇനി ഞാൻ കഴിഞ്ഞ 1987 മുതലുള്ള തെരഞ്ഞെടുപ്പുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ്, ഞാൻ കവറുകൊണ്ടിരിക്കുന്ന ആളാണ്. UDF ഒരൊറ്റ മന്ത്രിസഭ ഇവർക്കൊന്നും പോലും തർക്കമില്ലാതെ തീർന്നിട്ടില്ല. എപ്പോഴും ഞാൻ ഇതിന്റെ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഓരോ UDF ഉമ്മൻചാണ്ടി സർക്കാരിന്റെ തന്നെ എന്തോ ഒരു വലിയ തർക്കമായിരുന്നു. ഏറ്റവും ഒടുവിൽ PC ജോർജിന് മന്ത്രിസ്ഥാനം വേണമെന്ന് പറഞ്ഞ് പുള്ളി ഒത്തിരി ബഹളം ഉണ്ടാക്കി. അവസാനം പുള്ളിക്ക് അതില്ലെങ്കിൽ സ്പീക്കർ ആണോന്ന് പറഞ്ഞു. അവസാനം രണ്ടും കൊടുത്തില്ല. അവസാനം വിപ്പാക്കി മാറ്റി. എന്നിട്ട് അതിന്റെ പക തീർക്കാൻ വേണ്ടിയാണ് ഉമ്മൻചാണ്ടിക്കെതിരെ ഈ വലിയ ആരോപണം കൊണ്ടുവന്ന് ഈ കൊലകൊലാലെല്ലാം ഉണ്ടാക്കിയത്. ഈ മന്ത്രിസ്ഥാനം നിഷേധിക്കപ്പെടുന്നവരെപ്പോഴും അസംതൃപ്തരായിട്ട് നിൽക്കും. അതോടുകൂടി PC ജോർജ് ഒരു സർക്കാരിനെ തകർത്തിട്ടാ പോയത്. എല്ലാവർക്കും അത് പറ്റില്ലായിരിക്കും. PC ജോർജിനെ ഞാനിതാ പറയുന്നു, ഒരു അർത്ഥശങ്കയില്ലാത്ത വിധം ഞാൻ ഇപ്പോഴും എന്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്, UDF സർക്കാരിനെ തകർത്ത് തരിപ്പണമാക്കി അങ്ങേയറ്റത്തെ പ്രകടനേൽപ്പിച്ചിട്ട് പോയൊരു വ്യക്തി PC ജോർജാണ്. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു സർക്കാരിനെയും ഒരു വ്യക്തി ഇതുപോലെ തകർത്തിട്ടില്ല. കണ്ടതും കേട്ടതും വെച്ചിട്ട് ഞാൻ പറയണത് പറയാതിരിക്കാൻ പറ്റത്തില്ല ഇപ്പോഴ്. അതുകൊണ്ട് പക്ഷെ അത്രമാത്രം ശക്തരായ സർക്കാരുകൾ ഇതുവരെ
പിന്നെ അതിനെ നേരിടത്തക്ക രീതിയിലുള്ള സർക്കാരുകൾ LDF സംബന്ധിച്ച് ഒന്നും ഉണ്ടാവില്ല. ഉണ്ടായെങ്കിൽ അതിന്റെ അവരുടെ ഇടപാട് കഴിഞ്ഞിരിക്കും. ഇപ്പോഴത്തെ ഇതുവരെ എന്തുള്ള ചരിത്രം ഞാൻ പറയുന്നു. ഒരിക്കലും ഇറങ്ങി നിന്നിട്ട് പോരാടാനോ വെല്ലുവിളിക്കാനോ അവർ ഉണ്ടാവില്ല, തകർത്ത് കളയും. പക്ഷെ UDF അത് നടക്കും. ഇനിയിപ്പോൾ അത് നടക്കോ ഇല്ലോ എന്നുള്ളത് കാണണം. കാരണം അല്ല പിന്നെ ഇപ്പം ചരിത്രത്തിൽ ആദ്യമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം അത് LDF അത് അങ്ങനെ ഒരു ഇത് കൊണ്ടുവന്ന 2.5 വർഷം മന്ത്രിമാരെ പങ്കിടുന്നു. മാണി സി കാപ്പനും അനൂപ് ജേക്കബും. അവിടെ തന്നെ ഇപ്പൊ തല്ലിടിയായില്ലേ? ഇപ്പൊ യഥാർത്ഥത്തിൽ അനൂപ് ജേക്കബിനെ ഇങ്ങനെ എന്താ 2.5 വർഷം നമുക്ക് അയാൾ എന്തോ ജൂനിയർ ആയതുകൊണ്ടോ, അയാൾ പ്രായത്തിൽ കുറവായതുകൊണ്ടോ? TM ജേക്കബൊക്കെ എന്ന് പറയുന്ന മനുഷ്യൻ, ആ വലിയ മനുഷ്യനൊക്കെ എന്ന് പറഞ്ഞാൽ UDF കാലാകാലങ്ങളിൽ ഒരു പ്രതിസന്ധി വരുമ്പോഴെല്ലാം UDF നിന്ന്, പ്രത്യേകിച്ച് കോൺഗ്രസിനോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന് ആ പ്രശ്നങ്ങൾക്കെല്ലാം കൂടെ നിന്നിട്ടുള്ള ആളാണ് TM ജേക്കബ്. ആ TM ജേക്കബിന്റെ മകനാണ് ഇയാൾ. തന്നെ കഴിഞ്ഞ പ്രാവശ്യം മന്ത്രിയായിരുന്നു. അയാൾ തുടർച്ചയായിട്ട് അവിടെ 2 പ്രാവശ്യമായിട്ട് അവിടെ ജയിക്കുന്നു. TM ജേക്കബ് മരിച്ചതിന് ശേഷം ആ മണ്ഡലം നിലനിർത്തി പോകുന്ന ഒരാളാണ്. അയാളെ ആദ്യത്തെ 2.5 വർഷം മാത്രം കൊടുത്തിട്ട് ബാക്കി 2.5 വർഷം പാലയിലെ മാണി സി കാപ്പന്. യഥാർത്ഥത്തിൽ മാണി സി കാപ്പന് ഇതിന് എന്താ അർഹത? അയാൾ സ്വതന്ത്രനായിട്ടായിരുന്നു മത്സരിച്ച്. അയാളുടെ നോമിനേഷനിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്. ആ നോമിനേഷൻ ഞാൻ വേണേ കാണിക്കാം. അല്ല, ഒരു രാഷ്ട്രീയ സാഹചര്യമാണ്. ഇപ്പം TN ജേക്കബിന്റെ മകനാണ് എന്നതുകൊണ്ട് TN ജേക്കബ് ആകില്ല. TN ജേക്കബാണ്. രണ്ടാമത് ഒരൊറ്റ MLA ആണുള്ളത്. കഴിഞ്ഞ തവണ അദ്ദേഹത്തിന് ഫുൾ ടൈം 5 വർഷം കൊടുത്തിരുന്നു. അതിനു മുമ്പ് ജയിച്ചു വന്നപ്പോഴത്തേക്ക് മന്ത്രിയാക്കിയിരുന്നു 2 വർഷത്തോളം ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ. ഒറ്റ സെക്കൻഡ്, ഈ ഒറ്റ MLA എന്ന് പറയുന്ന ഒരു സീറ്റേ കൊടുത്തുള്ളൂ. 4 സീറ്റ് TM ജേക്കബ് ഉണ്ടായിരുന്നപ്പോ 4 സീറ്റിൽ മത്സരിച്ചിരുന്ന പാർട്ടിയാണ് ഈ ഒറ്റ സീറ്റിലേക്ക് ഒതുക്കിയത്. അത് ഒതുക്കിയത് ആരാ? കോൺഗ്രസ് അല്ലേ ഒതുക്കിയത്? സീറ്റിലേക്ക് ഒതുങ്ങിയതിന്റെ ചരിത്രം അങ്ങനെ പറയരുത്. ഒറ്റ സീറ്റിലേക്ക് ഒതുങ്ങിയത് അതുപോലെ പാർട്ടി ഭിന്നിച്ച് ചെറുതായതുകൊണ്ടാണ്. പാർട്ടിയിലെ പല പ്രധാനപ്പെട്ട ആളുകളും മാറുമ്പോൾ ചെറുതാവും. അല്ലാതെ അവിടെ രണ്ടാമത് സീറ്റ് ജയിക്കാനുള്ള ശേഷിയില്ലാതെ വരുമ്പോഴേ ഒരു സീറ്റിലേക്ക് ഒതുക്കുന്നത്. വാസ്തവത്തില് പിന്നെ അദ്ദേഹത്തിന് ഒരു മന്ത്രിസ്ഥാനം 2.5 വർഷം കൊടുക്കുക എന്ന് പറയുന്നത് ന്യായമായ സംഗതിയാവും. പിന്നെ മറ്റൊരു കാര്യം പരിഗണിക്കണം. ഇതൊക്കെ എപ്പോഴാണ് സാധിക്കുന്നത്? ഇപ്പൊ ഈ 72 പേരുടെ പിന്നെ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരികയാണെങ്കിൽ ഇതൊക്കെ കൊടുക്കാൻ പറ്റും. കോൺഗ്രസിൽ 60 പേര് ജയിച്ചിട്ട് നിൽക്കുക, 63 പേര് ജയിച്ചിട്ട് നിൽക്കുക. അവർക്ക് മന്ത്രിസ്ഥാനം കൊടുക്കണം. ഇപ്പൊ അവിടെ നടക്കുന്ന വെള്ളം ഈ ഇതുപോലെ 63 പേര് ജയിച്ച മന്ത്രിസഭയായിരുന്നു AK ആന്റണി മന്ത്രിസഭ 2001-ൽ. അന്ന് ഒറ്റ MLA-മാർക്ക് MP രാഘവൻ ഉൾപ്പെടെ പിന്നെ ഒറ്റ മന്ത്രി MLA ഉള്ളവർക്കെല്ലാം അവർക്കെല്ലാം കൊടുത്തിരുന്നു. അവരെല്ലാം ചേർത്ത് നിർത്തി. അന്ന് 9 മന്ത്രിസ്ഥാനമേ കോൺഗ്രസ് എടുത്തുള്ളൂ. ഇന്ന് 12 വേണമെന്ന് പറഞ്ഞ് നിൽക്കുക. അപ്പൊ പിന്നെ എങ്ങനെ കൊടുക്കാൻ പറ്റും? കോൺഗ്രസിന് 12 വേണമെന്ന് കോൺഗ്രസ് 2001 വേണ്ടായിരുന്നോ? 2001 അന്നത്തെ മുഖ്യമന്ത്രിയുടെ തീരുമാനം അത്. ഇത് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ തീരുമാനം. അത്ര ഉള്ളത് ഒരു മുഖ്യമന്ത്രി തീരുമാനിക്കുന്നു. അതിനകത്ത് അല്ലെന്നേ പറഞ്ഞോളൂ. ജനാധിപത്യത്തിൽ മുന്നണി സംവിധാനത്തിൽ അത് ശരിയല്ല. കാരണം മുന്നണി സംവിധാനത്തിൽ അങ്ങനെ പിന്നെ അതേസമയം ഇവിടെ ഒറ്റ MLA ഉള്ള അത് ഞാൻ പറയുന്നില്ല, എനിക്ക് അതിന് തർക്കമില്ല, തർക്കിക്കേണ്ട കാര്യവുമല്ല. പക്ഷേ അത് വേണം. മന്ത്രിമാർക്കെല്ലാം പിന്നെ ഒരു ടൈം കൊടുക്കണം. അല്ലാതെ 2.5 പായിക്കാൻ പാടില്ല. മാണി സി കാപ്പനെ യഥാർത്ഥത്തിൽ ഇതിന് അർഹനല്ല. അങ്ങനെയാണെങ്കിൽ KK രമയ്ക്ക് കൊടുക്കണം. KK രമ എന്തുകൊണ്ട് വേണ്ടെന്ന് പറയുന്നിടത്ത് അടിച്ചേൽപ്പിച്ചു കൊടുക്കാൻ അല്ലെ? വേണ്ടെന്ന് പറയുന്നില്ല. അതിനൊക്കെ ഒരു ഇതുണ്ടാക്കണം. സ്വതന്ത്രനായിട്ട് നിന്ന് മത്സരിച്ച ഒരാളിനെ മന്ത്രിയാക്കുന്നത്. അങ്ങനെ G സുധാകരൻ സ്വതന്ത്രനാണ്. G സുധാകരൻ ഒരേ ശബ്ദത്തിൽ പറയുന്നു ഈ സ്വതന്ത്രന്മാർക്കൊന്നും കൊടുക്കരുത്, എല്ലായിടത്തും കോൺഗ്രസിന് കൊടുക്കണമെന്ന്. അപ്പൊ സ്വതന്ത്രന്മാരെന്നാ പിന്നെ മത്സരിപ്പിക്കരുതെന്ന് പറയണം. അത് മത്സരിപ്പിക്കരുത്, സീറ്റും കൊടുക്കരുത്. തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെയാണെങ്കിൽ LDF സർക്കാർ എന്താ എത്ര സ്വതന്ത്രരെ മത്സരിപ്പിച്ചത്? അത് അവർക്ക് മന്ത്രിസ്ഥാനം കൊടുത്തില്ലേ? അത് സ്വതന്ത്രന്മാരെ അവര് ഇപ്രാവശ്യം സ്വതന്ത്ര ചിഹ്നത്തിലല്ല, അവര് പാർട്ടി ചിഹ്നത്തിൽ തന്നെ. ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ സുധീറിനെ മത്സരിപ്പിച്ചതിനെ പാർട്ടി ചിഹ്നത്തിൽ തന്നെയാണ് മത്സരിപ്പിച്ചത്. ചോദിച്ചാൽ അവര് TN ജേക്കബ് പിന്നെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച ആളാ, ഘടകകക്ഷിയാ, മുന്നണിയാ. അതെ, പക്ഷെ ഞാൻ പറഞ്ഞത് കോൺഗ്രസ് അവരുടെ നയം മാറ്റിയാണ്. 91 പേരുണ്ടെങ്കിൽ ഞങ്ങളുടെ ആളുകൾക്ക് പ്രാതിനിധ്യം കൊടുക്കണം എന്നുള്ള തീരുമാനമാണത്. ഇഷ്ടമില്ലെങ്കിൽ പോ. അത് പക്ഷേ 72 പേരുടെ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ ഇത് പറയത്തില്ല. അപ്പൊ പിന്നെ അങ്ങനെയാണ് രാഷ്ട്രീയം. അതാദ്യം മനസ്സിലാക്കുക. ആ രാഷ്ട്രീയം അല്ല വേണ്ടത്. നമ്മള് പഴകിയ അങ്ങനെ വേണ്ടതെന്ന് ബെന്നിക്ക് തീരുമാനിക്കാം. ബെന്നി മുഖ്യമന്ത്രിയാവും. അപ്പൊ എന്തായാലും പറഞ്ഞാലും ഒരു കാര്യം വളരെ ഇതാണ്. നല്ലൊരു മന്ത്രിസഭയാണ് വരുന്നത് എനിക്ക് തോന്നുന്നത്. കാരണം വളരെ പുതുമുഖങ്ങൾ നിറഞ്ഞൊരു മന്ത്രിസഭയായിരിക്കും. സീനിയർ ആണെങ്കിലും പലരും പുതുമുഖങ്ങളാണ്. അതിന് ഏറ്റവും നല്ല ഉദാഹരണം പിന്നെ CP ജോൺ. എത്ര കാലമായിട്ട് രാഷ്ട്രീയത്തിൽ നിൽക്കുന്നതാണ്. CP ജോൺ ആദ്യമായിട്ടാണ് മന്ത്രിയാകുന്നത്, ആദ്യമായിട്ടാണ് MLA ആകുന്നത്. അദ്ദേഹത്തിന് MLA ആയിട്ടില്ല. അദ്ദേഹം എത്രയും മുമ്പ് MLA ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം നിർഭാഗ്യവാനാണ്. കാരണം അദ്ദേഹത്തിന് പിന്നെ ആദ്യകാലത്ത് അദ്ദേഹം
പിന്നെ പിന്നെ നമ്മുടെ എം വി രാഘവന്റെ ഒരു നിഴല് പോലെ നിന്നിരുന്ന വ്യക്തിയായത് കാരണം എം വി രാഘവൻ വിജയത്തിന് വേണ്ടി ശ്രമിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് സീറ്റ് കിട്ടിയില്ല. പിന്നീട് എം വി രാഘവനോട് തെറ്റിപ്പിരിഞ്ഞ ശേഷം അദ്ദേഹത്തിന് കാലശേഷം തെറ്റിപ്പിരിഞ്ഞല്ല, അദ്ദേഹത്തിന്റെ കാലശേഷം. അല്ല ആദ്യം അദ്ദേഹത്തിന് കാലശേഷം അദ്ദേഹത്തിന് സീറ്റ് കിട്ടിയെങ്കിൽ അത് ജയിക്കാൻ പറ്റിയില്ല. പിന്നീട് അദ്ദേഹം സീറ്റ് വേണ്ടെന്ന് വെച്ചു. 2 പ്രാവശ്യം മത്സരിച്ചു, തോറ്റു. കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചില്ല. ഇത്തവണ ഏതായാലും അദ്ദേഹം മത്സരിക്കണമെന്നും വിജയിക്കണമെന്നും UDF കോൺഗ്രസ്സുകാർക്ക് മുതിർന്ന നേതാക്കളെ അദ്ദേഹത്തിനെ കൊണ്ടുവരണം. അദ്ദേഹത്തിന്റെ കഴിവ് കണ്ടാണ് അദ്ദേഹം നല്ല തീരുമാനമാണ് അദ്ദേഹത്തെ കൊണ്ടുവന്നു. അദ്ദേഹം മാന്യമായി 5 വർഷവും കൊടുക്കണം. അദ്ദേഹത്തിന് നല്ല വകുപ്പും കൊടുക്കും. നല്ല വകുപ്പ് ഗതാഗത വകുപ്പാണെന്ന് പറയുന്നു. ഗതാഗത വകുപ്പിനേക്കാളും ഗതാഗത വകുപ്പ് ഏതായാലും അദ്ദേഹത്തിന് നല്ല വകുപ്പെന്ന് എനിക്കറിയത്തില്ല. അതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ എടുക്കനാ. പുള്ളി സാമ്പത്തിക വിദഗ്ധനല്ലേ. പിന്നെ വേറൊരു തമാശ, ഈ നമ്മുടെ കെ മുരളീധരൻ അദ്ദേഹം വളരെ സീനിയറാണ്. പക്ഷെ അദ്ദേഹം ആദ്യമായിട്ടാണ് ഒരു ഫുൾ ടൈം മന്ത്രിയായിട്ടിരിക്കാൻ പോകുന്നത്. ഇതിനിടയ്ക്ക് ഒരു താൽക്കാലികമായിട്ട് 1 മാസം 2 മാസമാണ് മന്ത്രിയായിട്ട്. 6 മാസം ഇരുന്നോ? 6 മാസം ഇലക്ഷൻ തോറ്റുപോയി. 6 മാസം തോറ്റുപോയി. പക്ഷെ അതെ 6 മാസം ആരോഗ്യം നോക്കാൻ പോകുന്നത്. അതെ ആരോഗ്യം നോക്കുന്നത്. അതെ പുള്ളിക്ക് ആരോഗ്യമുണ്ട്. അതേ ആരോഗ്യമല്ല, അതിനേക്കാൾ നല്ല വകുപ്പുകൾ കിട്ടേണ്ട വ്യക്തിയാ. ആരോഗ്യം മോശമായ വകുപ്പല്ല, നല്ല വകുപ്പല്ലേ. അല്ല ആരോഗ്യമല്ല, ജനങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു വകുപ്പല്ലേ. അല്ല അദ്ദേഹത്തിന് സീനിയോറിറ്റി വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന് റവന്യൂവോ അല്ലെങ്കിൽ ധനകാര്യം പക്ഷെ അദ്ദേഹത്തിന് താല്പര്യമില്ല. അദ്ദേഹം പറഞ്ഞു എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന വിഷയമല്ല. പോലീസാണെങ്കിലും പോലീസ് പിന്നെ കരുണാകരന്റെ മകനല്ലേ അദ്ദേഹത്തിന് പോലീസ് കൈകാര്യം ചെയ്തത്. അല്ല ഞാൻ പറയായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു നിർഭാഗ്യം, അദ്ദേഹം ഇത്രയെല്ലാം പദവികൾ പലതവണ പിന്നെ MP ആയി, MLA ആയി, KPC പ്രസിഡന്റായി എല്ലാം ആണെന്ന് പറഞ്ഞാലും ഒരു മന്ത്രിയാകുന്ന ഫുൾ ടൈം മന്ത്രിയാകാൻ പോകുന്നത് ഇപ്പോഴാണെന്ന് ഞാൻ പറയുകയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് കൊടുക്കുന്ന ഈ ആരോഗ്യവകുപ്പ് തന്നെ ജനങ്ങളുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുന്ന ഒരു വകുപ്പാണ്. ജനങ്ങളിടയിൽ നിൽക്കേണ്ട ഒരു വകുപ്പാണ്. അത് നല്ല രീതിയിൽ ഒരു മന്ത്രിസഭയുടെ പ്രതിച്ഛായയും അത് ഉണ്ടാക്കുന്നതും ഇല്ലാതാക്കുന്നതും ആരോഗ്യവകുപ്പ്. അല്ല പറഞ്ഞുള്ള ശരിയാണ്. കാരണം ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ആരോഗ്യവകുപ്പ് അവരുടെ പ്രതിച്ഛായ ഉയർത്തി. അതെ. 2ാം പിണറായി സർക്കാരിന്റെ കാലത്ത് ആരോഗ്യവകുപ്പ് പ്രതിച്ഛായ താഴ്ത്തി. ഇനി UDF സർക്കാരിന്റെ പിന്നെ VD സതീശൻ മന്ത്രിസഭയിൽ അദ്ദേഹം പ്രതിച്ഛായ ഉയർത്തുമോ താഴ്ത്തുമോ എന്നുള്ളതാണ് കാത്തിരിക്കാനുള്ളത്. എന്തായാലും അതിനെ നോക്കി നടത്താൻ പോകുന്ന കഴിവ് അദ്ദേഹത്തിനുണ്ടെന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത്. അല്ല അതിന്റെ ഒരു ഒറ്റ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ തന്നെ ആശാ വർക്കർമാർ ഈ ആരോഗ്യവകുപ്പിന്റെ കീഴിലാണ് അത് വരുന്നത്. അത് ആശാ വർക്കർമാരുടെ വേതനം പോലും ഇപ്പൊ ആദ്യത്തെ മന്ത്രിസഭയുടെ തീരുമാനമായിട്ട് ആദ്യത്തെ അതുണ്ടാകണമെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ആദ്യത്തെ തൂവലാണ്. അത് വരുമെന്നാ പറഞ്ഞിരിക്കുന്നത്. അതിപ്പം കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് അപ്പൊ അതെല്ലാം ആരോഗ്യവകുപ്പിന്റെ തീരുമാനമാണ്, അദ്ദേഹത്തിന്റെ തീരുമാനമല്ല. അദ്ദേഹത്തിന് അതിന്റെ ക്രെഡിറ്റ് കിട്ടും. കയറിയ മന്ത്രിസഭയിൽ കയറുന്ന ഉടനെ അതുപോലെ തിരുവഞ്ചൂര് മന്ത്രി ആവണമെന്നും പറഞ്ഞ് പുള്ളി വാശി പിടിച്ചെങ്കിലും പുള്ളി സ്പീക്കർ. പക്ഷെ പുള്ളിക്ക് സ്പീക്കറാണ് നല്ലത്, കാരണം പുള്ളി സീനിയർ അല്ലേ. പക്ഷെ പുള്ളിക്ക് അറിയാവല്ലേ മന്ത്രിയാകാൻ സ്പീക്കറാകാന്ന് പറഞ്ഞാല് വെറുതെ ഇരിക്കുക. ആ കാറും പദവിയും അല്ലാതെ ഒന്നുമില്ല, അതുകൊണ്ടായിരിക്കണം. പിന്നെ ആ നടത്തിയെടുക്കുന്നതിന്റെ ഒരു തലവേദനയുണ്ട്. ഈ ചാണ്ടിയുമ്മന് മന്ത്രിസ്ഥാനം കൊടുക്കുമോ? ചാണ്ടിയുമ്മൻ മന്ത്രിസ്ഥാനം കൊടുക്കേണ്ടതാണ്. കാരണം ഉമ്മൻചാണ്ടിയുടെ മകൻ എന്നുള്ള വെച്ച് മാത്രമല്ല, പിന്നെ ചാണ്ടിയുമ്മൻ ഒരു നല്ല ഭൂരിപക്ഷം, നല്ല ജനകീയനായ ഒരു നേതാവൊക്കെ ആയിട്ട് മാറിയല്ലോ. അത് ഭൂരിപക്ഷം നോക്കിയാണോ പിന്നെ ഒരു മന്ത്രിസ്ഥാനം കൊടുക്കുന്നത്? അതൊരു ഘടകമാണ്, ഭൂരിപക്ഷം ഒരു ഘടകമാണ്. അത് നന്നായി ഒരു MLA എന്നുള്ളത് നന്നായി പെർഫോം ചെയ്യുന്നൊരു തെളിവല്ലേ ഭൂരിപക്ഷം കാണിക്കുന്നത്. പക്ഷെ അതൊരു ഘടകമാണ്. പിന്നെ അദ്ദേഹം വളരെ അല്ലല്ലോ ചാണ്ടിയുമ്മൻ. അല്ല അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാകാത്തത്. അദ്ദേഹത്തെ മന്ത്രിയിലാക്കുന്നത്. യുവതലമുറയിൽപ്പെട്ട ഒരാൾക്ക് മന്ത്രിസ്ഥാനം കൊടുക്കുമ്പോൾ എത്ര യുവ തുർക്കികൾ കിടക്കുന്നു. അല്ല കൊണ്ട് അതിനേക്കാളും യോഗ്യരായിട്ടുണ്ട് കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞത് ഉമ്മൻചാണ്ടിയുടെ മകൻ എന്നുള്ള നിലയിലല്ല, ചാണ്ടി ഉമ്മൻ മന്ത്രിയാകാൻ യോഗ്യനാണോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ അദ്ദേഹം യോഗ്യനാണ്. അതിനേക്കാൾ യോഗ്യത അപ്പുറത്തുണ്ടേ കൊടുക്കണം. ഞാൻ സീനിയോറിറ്റി ഒരു ഘടകമാണ്. ഇത് ആദ്യ തവണ MLA-മാരായിട്ട് ജയിച്ചവർ എത്ര വലിയ ഇതാണെങ്കിലും, അല്ലെങ്കിൽ ഇതുപോലുള്ള ചില ഒറ്റപ്പെട്ട കേസുകൾ, ഇപ്പം പിന്നെ കായംകുളം MLA ലിജു ആദ്യമായിട്ടാണ്, പക്ഷെ ലിജു സീനിയറാണ്. അപ്പൊ ലിജുവിന് മന്ത്രിസ്ഥാനം കൊടുക്കുന്നത് പിന്നെ ആദ്യ തവണ ജയിച്ച MLA-ക്ക് എന്തിനാ കൊടുക്കുന്ന ചോദ്യം പ്രസക്തിയില്ല. ബിന്ദു കൃഷ്ണ അതുപോലെ തന്നെ സീനിയറാണ്. പക്ഷെ ചാണ്ടിയുമ്മന് അല്ല, മറ്റേ റോജിയുടെ കാര്യം എടുത്ത റോജി ആദ്യമായിട്ടല്ലേ അപ്പോൾ സർക്കാർ UDF അല്ലെങ്കിൽ കോൺഗ്രസ് തീരുമാനിക്കട്ടെ. അതല്ല, റോജി പിന്നെ ACC ഭാരവാഹിയും കൂടെ അല്ലേ? യൂത്ത് കോൺഗ്രസിന്റെ പിന്നെ അഖിലേന്ത്യാ ഭാരവാഹിയായിരുന്നു. പിന്നെ
കേശുവിന്റെ അഖിലിന്റെ ഭാര്യയായിരുന്നു റോജി. അല്ല, ആ പരിഗണനകൾ വെക്കും. പിന്നെ അബിൻ വർക്കി ഫസ്റ്റ് ആണ് കാര്യമൊക്കെ ശരി. എന്നാലും പ്രായത്തിൽ ചാണ്ടിയുമ്മനേക്കാളും പ്രായ കൂടുതലുള്ള ആളാണ്. അബിൻവർക്ക് പക്ഷെ ആദ്യമായിട്ട് MLA ആയതുകൊണ്ട് കാര്യമില്ല. പിന്നെ ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയ നേരത്തെ ചോദിച്ചത് ഒരു പ്രസക്തി ഉണ്ട് അതിനകത്ത്. കാരണം ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വ്യക്തിയുടെ പ്രതിച്ഛായ, അദ്ദേഹത്തെ ഉമ്മൻചാണ്ടി എന്ന വികാരം ഇത്തവണ ഈ തെരഞ്ഞെടുപ്പ് വലിയ ഘടകമായിട്ടുണ്ട്. പല മണ്ഡലങ്ങളിലും ഉണ്ട്. അപ്പൊ അദൃശ്യമായി അദ്ദേഹം നിന്ന് ക്യാമ്പയിൻ ചെയ്തു എന്നുള്ളതാണ് എന്റെ സത്യം. അതെ. അപ്പൊ അതുകൊണ്ട് അതിനുള്ള ഒരു ചാണ്ടിയുമ്മനെ അംഗീകരിക്കുക എന്നുള്ളത് അതിന്റെ ഒരു മര്യാദയായിട്ട് കോൺഗ്രസ് പാർട്ടി കണ്ടാൽ ചാണ്ടിയുമ്മൻ മന്ത്രിയാവും. അങ്ങനെയാണെങ്കിൽ ഓർത്തഡോക്സ് സഭയ്ക്ക് ഒരു പ്രതിനിധിയാവും. സഭയുടെ പ്രതിനിധി എന്നൊക്കെ നമ്മൾ കാണുന്നതല്ലേ. അങ്ങനെ സഭയുടെ പ്രതിനിധി അല്ല, ഓർത്തഡോക്സ് സഭയ്ക്ക് താല്പര്യം ഉണ്ടാവുന്ന വേറെ കാര്യം. പക്ഷെ നമ്മൾ പറയുമ്പോൾ ഓർത്തഡോക്സ് സഭയുടെ പ്രതിനിധി അല്ലല്ലോ പുള്ളി പുതുപ്പള്ളിയുടെ പ്രതിനിധിയാണ്. സഭയുടെ പ്രതിനിധിയായിട്ട് അല്ലെങ്കിൽ സാമുദായികമായിട്ടൊക്കെ നമ്മൾ പറയാൻ പാടില്ല. ഏതായാലും പ്രകൃതിയൊക്കെ അനുകൂലമാകുകയാണെങ്കിൽ നാളെ തിരുവനന്തപുരം നഗരം ഒരു ആഘോഷം തന്നെയായിരിക്കും നേരിടാം. തീർച്ചയായും.